നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിതൃതർപ്പണ സ്മരണയിൽ ബലിതർപ്പണം. ഷൊർണൂർ ശാന്തിതീരം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ പിതൃമോക്ഷത്തിനായി ബലിതർപ്പണ ക്രിയകൾക്കെത്തിയത് ആയിരങ്ങൾ. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ ചടങ്ങുകൾ മണിക്കൂറോളം നീണ്ടു. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഷൊർണൂർ ശാന്തിതീരത്ത് ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി സേവാഭാരതി. കണ്ണേകരളെ VSA ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവെ. പുന്നപ്ര വയലാർ സമരനായകന് നാടിന്റെ ശ്രദ്ധാഞ്ജലി. വിവിധയിടങ്ങളിൽ സർവകക്ഷികളുടെ നേതൃത്വത്തിൽ മൗനജാഥയും അനുസ്മരണ യോഗങ്ങളും. ഭാരതപ്പുഴയിലെ തടയണ നിറഞ്ഞ് പത്തിരിപ്പാലം ഞാവളിയും കടവ് മുങ്ങിയതോടെ കാൽനടയാത്ര മുടങ്ങിയ നിരവധി പേർ ദുരിതത്തിൽ. നിലവിൽ 20 കിലോമീറ്റർ ചുറ്റിവളഞ്ഞാണ് പലരും പത്തിരിപ്പാലയിലെത്തുന്നത്. യാത്രക്കാരുടെ ദുരിതമകറ്റാൻ പ്രദേശത്ത് മേൽപ്പാലം വേണമെന്ന ജനകീയ ആവശ്യം ഇനിയും നടപ്പായില്ലെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. പിതൃസ്മരണയിൽ ഇന്ന് ബലിതർപ്പണം. പിതൃമോക്ഷത്തിനായി ഷൊർണൂർ ശാന്തിതീരത്ത് നിരവധി പേർ ബലിതർപ്പണം നടത്താനെത്തി. പുലർച്ചെ 4 മണി മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. ശാന്തിമാരായ സൂര്യകുമാർ, മുരളി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും മനസ്സോർന്ന് പ്രാർത്ഥിക്കാം. സാക്ഷാൽ കർപ്പൂര നീരാഞ്ജന ദീപദർശനം നമ. ആ കയ്യിലിരിക്കുന്നത് മുഴുവൻ ആ പിണ്ടത്തിന് 4 പേർക്ക് പടങ്ങളുടെ കയ്യിൽ സമർപ്പിച്ചോളൂ. പിണ്ടാനാം ഉപരിപിണ്ടം സമർപ്പയാനി. തൊട്ട് നിറങ്ങിൽ വെക്കണം കേട്ടോ. തൊട്ട് നിറങ്ങിൽ വെച്ചതിന് ശേഷം എല്ലാവരും വലതുവശത്തിരിക്കുന്ന ഇല 2 കൈ കൊണ്ടെടുക്കാം. വലത്തെ ഇല 2 കൈ കൊണ്ടെടുത്ത് ആ വെച്ച പിണ്ടങ്ങളെ ഒരു 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യൂ. യാനി യാനീച്ച ബാബാനി ജന്മാനന്തര കൃതാനീച്ച താനി താനി വിനശന്തു പ്രദക്ഷിണ പതേ പതേ. ആ ഇല കൊണ്ട് കമത്തി അടച്ചു വെച്ചോളൂ. അടച്ചു വെച്ചതിന് ശേഷം എല്ലാവരും അത് തൊഴുതു പിടിക്കാം. തൊഴുതു പിടിച്ചുകൊണ്ട് മനസ്സു തുറന്ന് കാണാം. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണോ ഈ കർമ്മത്തിന് വന്നത് അവരെയൊക്കെ നല്ലപോലെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരോട് നമുക്ക് എന്താണോ പ്രാർത്ഥിക്കാനുള്ളത് എല്ലാവരും മനസ്സു തുറന്ന് പ്രാർത്ഥിച്ചോളൂ. ഭാരതപ്പുഴയോരത്തുള്ള കർക്കിടവാവ് ബലിതർപ്പണത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് ശാന്തിതീരത്ത് ഒരുക്കിയിരുന്നത്. പുലർച്ചെ 4 മണി മുതൽ ഒരു ബലിത്തറകളിൽ തന്നെ ഒരേ സമയം 250 പേർക്ക് ഇരുന്ന് ബലിതർപ്പണം നടത്താൻ സാധിച്ചിരുന്നു. പുഴയിൽ ഇറങ്ങുന്നവർക്ക് സുരക്ഷയൊരുക്കാൻ പരിശീലനം ലഭിച്ച പ്രത്യേക വിഭാഗം ആളുകളും പുഴയുടെ പരിസര പ്രദേശങ്ങളുണ്ടായിരുന്നു. കൂടാതെ ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം, പാർക്കിംഗ്, വൈദ്യസഹായം എന്നിവയും ലഭ്യമാക്കിയിരുന്നു. ബലിതർപ്പണത്തിന് എത്തുന്ന ആളുകൾക്ക് ബലിതർപ്പണ സാധനങ്ങൾ സൗജന്യമായാണ് ഇവിടെ നിന്നും നൽകിയിരുന്നത്. പുലർച്ചെ ബലിതർപ്പണം ചെയ്യുന്നതിന് വെളിച്ച സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. മുൻ വർഷങ്ങളിൽ 2500 ആളുകൾ ബലിതർപ്പണം ചെയ്തതായും ഇപ്രാവശ്യവും കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിനായി എത്തിയതായും ശാന്തിതീരം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് പുഷ്പരാജ്, സെക്രട്ടറി പ്രസാദ് എന്നിവർ പറഞ്ഞു. ശാന്തിതീരം ചാരിറ്റബിൾ സൊസൈറ്റി എല്ലാ വർഷവും നടത്തിവരുന്ന കർക്കിടകവാവ് ബലി ഇന്ന് നമ്മൾ 4 മണിക്ക് നമ്മളിവിടെ തുടങ്ങി. നമുക്കിവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേമാതിരി തന്നെ പോലീസിൻ്റെയും എല്ലാവരുടെയും സൗകര്യം നമുക്കിവിടെ ഉണ്ട്. വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക്, ഇരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം മുതൽ ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം എല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ബലികർമ്മത്തിന് കാർമ്മികത്വം വഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെയുള്ള ശാന്തിയായിട്ടുള്ള സൂര്യകുമാറും മുരളി ശാന്തിയും ഇവിടെ നമുക്ക് ഈ കർമ്മങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുണ്ട്. ശാന്തിമാരായ സൂര്യകുമാർ, മുരളി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. ചെറുതുരുത്തി പാങ്ങാവ് ക്ഷേത്രത്തിന് സമീപത്തും ബലിതർപ്പണ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പതിവ് തെറ്റിക്കാതെ സേവാഭാരതി. ഈ വർഷവും ഷൊർണൂർ ശാന്തിതീരത്ത് ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി സേവാഭാരതി പ്രവർത്തകർ. ചുക്ക് കാപ്പിയും പ്രഭാത ഭക്ഷണവും സൗജന്യമായാണ് ഇവർ നൽകിയത്. പതിവ് തെറ്റിക്കാതെ സേവാഭാരതി. ഈ വർഷവും ഷൊർണൂർ ശാന്തിതീരത്ത് ബലിതർപ്പണത്തിനായി എത്തുന്ന ആളുകൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി ഷൊർണൂർ സേവാഭാരതി പ്രവർത്തകർ. ചുക്ക് കാപ്പിയും പ്രഭാത ഭക്ഷണവും സൗജന്യമായാണ് വിതരണം ചെയ്തത്. പുലർച്ചെ 4 മണി മുതൽ പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചു. പ്രസിഡന്റ് ബാബു സുബ്രഹ്മണ്യൻ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ദിലീഷ് കല്ലിപ്പാടം, ജില്ലാ സേവാ പ്രമുഖ് രാജീവ്, ഗണ്ട് പ്രജാ പ്രമുഖ് സുരേഷ് ബാബു കണയം, ജില്ലാ കോർഡിനേറ്റർ ഗീതാകുമാരി, BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, ഗോപകുമാർ, സുരേഷ്, ലക്ഷ്മണൻ, ഷിനു വാടനാകുശി, കൗൺസിലർമാരായ K പ്രസാദ്, EP നന്ദകുമാർ, ലേഖ രമേശ് എന്നിവർ പ്രഭാത ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. സേവാഭാരതി ഷൊർണൂർ അവരുടെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് നടത്തിവരുന്ന സൗജന്യ ചുക്ക് കാപ്പി വിതരണം ഈ വർഷവും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കർക്കിടകവാവുമായി ബന്ധപ്പെട്ട് വരുന്ന ശാന്തിതീരം ഭാഗത്ത് വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും നമ്മൾ ഉപ്പുമാവ് അതുപോലെ ചുക്ക് കാപ്പി വിതരണം
നടക്കുന്നുണ്ട്. ഇത് തുടർകാലങ്ങളിലും ഇത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം തന്നെയാണ് സേവാഭാരതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുൻ മുഖ്യമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന VS അച്യുതാനന്ദനെ CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. VS അനുസ്മരണത്തോടനുബന്ധിച്ച് നടന്ന മൗനജാഥ CPM പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് കോട്ടമൈതാനത്ത് സമാപിച്ചു. ജനങ്ങളുടെ നേതാവായിരുന്നു VS എന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പറഞ്ഞു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, കോൺഗ്രസ് നേതാവ് KA ചന്ദ്രൻ, CPI മുതിർന്ന നേതാക്കളായ V ചാമുണ്ണി, വിജയൻ കുനിശ്ശേരി, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നൌഷാദ്, ജനതാദൾ S സംസ്ഥാന സെക്രട്ടറി മുരുകദാസ്, കേരള കോൺഗ്രസ് നേതാവ് കുശലകുമാർ, BJP നേതാവ് മധു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണവും സർവകക്ഷി യോഗവും സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നേരത്തെ പാർട്ടി ഓഫീസ് പരിസരത്തു നിന്നും മൗനജാഥയുമായി നേതാക്കൾ അയ്യങ്കാളി ഹാളിലെത്തി. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് VS അച്യുതാനന്ദൻ അനുസ്മരണവും സർവകക്ഷി യോഗവും സംഘടിപ്പിച്ചത്. ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. അദ്ദേഹത്തിന്റെ ഈ 101 വയസ്സ് കഴിഞ്ഞ് 102ലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ മരണം കവർന്നെടുക്കുക എന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ സാമൂഹ്യ പ്രക്രിയയിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ത്യാഗം നിർഭരമായിട്ടുള്ള. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ND ദിൻഷാദ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ BJP ജില്ലാ സെക്രട്ടറി K പ്രസാദ്, INL ജില്ലാ പ്രസിഡന്റ് അസീസ് പരുത്തിപ്പുറ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ, CPI ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EK സുഭാഷ്, നഗരസഭാ അംഗം ഷൊർണൂർ വിജയൻ എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. CPM കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദനെ അനുസ്മരിച്ചു. സർവകക്ഷി യോഗവും ഇതിനോടനുബന്ധിച്ച് നടന്നു. ഏരിയ കമ്മിറ്റി അംഗം M സുരേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കുളപ്പുള്ളി പള്ളിയാലിൽ ഓഡിറ്റോറിയ പരിസരത്തു നിന്നും ആരംഭിച്ച മൗനജാഥ കുളപ്പുള്ളി ടൗൺ ചുറ്റി വീണ്ടും ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. CPM കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് VS അച്യുതാനന്ദൻ സർവകക്ഷി അനുസ്മരണ യോഗവും മൗനജാഥയും സംഘടിപ്പിച്ചത്. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം M സുരേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ലോക്കൽ കമ്മിറ്റി അംഗം N ജയപാലൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി, ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, CPI മണ്ഡലം കമ്മിറ്റി അംഗം KC സോമൻ, മുസ്ലിം ലീഗ് പ്രതിനിധി T യൂസഫ്, BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ T സതീഷ് ബാബു, PK ഗോപാലകൃഷ്ണൻ എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. പിന്നീടാണ് VSനെ പോലുള്ളവർ, കൃഷ്ണപിള്ളയെ പോലുള്ളവർ, കേളപ്പനെ പോലുള്ളവർ ആ ദൗത്യം ഏറ്റെടുത്ത് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നു. അപ്പോൾ ഈ നാട് ഇങ്ങനെ ആയതിൻ്റെ പിന്നിൽ വലിയൊരു സമര കഥയുണ്ട്, വലിയൊരു സമര ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ അവശേഷിക്കുന്ന അല്ലെങ്കിൽ ആ ചരിത്രത്തിന് അന്ന് ജീവൻ നൽകിയവരിൽ ഏതാണ്ടൊരു അവസാന കണ്ണിയാണ് VS അച്യുതാനന്ദൻ എന്ന് പറയാം. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂരിലും ലക്കിടിയിലും VSനെ അനുസ്മരിച്ചു. മണ്ണൂരിൽ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗവും മൗനജാഥയും നടത്തി. ലക്കിടിയിൽ K സുരേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. CPM മണ്ണൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി അനുസ്മരണവും മൗനജാഥയും നടത്തി.
പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിതയുടെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. വി മോഹനൻ, വി എം അൻവർ സാദിഖ്, പി കെ അശ്വജിത്ത്, എസ് ജെ എൻ നജീബ്, കെ സേതുലവി, പി കെ ഉണ്ണികൃഷ്ണൻ, കെ സുരേഷ് ബാബു, പീതാംബരൻ എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. സാധാരണ ഒരു കർഷക തൊഴിലാളി കുടുംബത്തിലാണ് VMS, EMS, VSNS. സഖാവ് വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ വയസ്സിൽ അമ്മയ്ക്ക് വസൂരിയായി ബന്ധപ്പെട്ടുകൊണ്ട് വസൂരി അന്നത്തെ കാലത്ത് വേറെ താമസിക്കേണ്ടി വരും. ഒരു ചെറിയ ഓലക്കുടിലാണ് അമ്മയെ താമസിപ്പിച്ചത്. ലക്കിടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഷിബു, കെ രമേശ് ബാബു, പി എ ഷൗക്കത്ത് അലി, ബാബു, മൊയ്തീൻകുട്ടി, എം രാമകൃഷ്ണൻ, കെ ഹരി, പി ഹരിദാസ് എന്നിവർ സംസാരിച്ചു. മൗനജാഥയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഭാരതപ്പുഴയിലെ തടയണ നിറഞ്ഞു കവിഞ്ഞതോടെ പത്തിരിപ്പാല ഞാവളിൻകടവ് മുങ്ങി. ഇതോടെ നിരവധി പേരുടെ കാൽനടയാത്രയും മുടങ്ങിയിരിക്കുകയാണ്. യാത്രക്കാരുടെ ദുരിതം അകറ്റാൻ പ്രദേശത്ത് മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാണ്. ഞാവളിൻകടവ് ഭാരതപ്പുഴയിലെ തടയണ നിറഞ്ഞു കവിഞ്ഞതോടെ കാൽനടയാത്രക്കാരുടെ ഈ വഴിയുള്ള യാത്ര മുടങ്ങിയിട്ട് 2 ആഴ്ചയോളമായി. ഇതോടെ 20 കിലോമീറ്റർ ചുറ്റിവളഞ്ഞാണ് പലരും യാത്ര ചെയ്ത് എത്തിച്ചേരുന്നത്. തടയണിലൂടെയാണ് നിരവധി യാത്രക്കാർ പെരുങ്ങോട്ടൂർശിയിൽ നിന്നും പത്തിരിപ്പാലയിലേക്ക് എത്തിച്ചേരുന്നത്. നിരവധി വ്യാപാരികളും മത്സ്യവ്യാപാരികളും വിദ്യാർത്ഥികളും ഈ വഴിയാണ് 2 വശങ്ങളിലേക്കും യാത്ര ചെയ്തു വരുന്നത്. എന്നാൽ ഒരാഴ്ചയിലേറെയായി തടയണ വെള്ളത്തിൽ മുങ്ങിയതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായത്. അത്യാവശ്യമാണ്. കുറേ കാലങ്ങളായിട്ട് കല്ലിട്ടിട്ട് പോയിട്ടുള്ളതാണ്. പെരുങ്ങോട്ടൂർശിയിൽ നിന്ന് വരുന്നവർക്കും അതിരക്കാടും അങ്ങനെ ആ ഭാഗത്ത് നിന്ന് വരുന്നവർക്കും ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. അപ്പോൾ അവിടെ നിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ 14 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് വരുന്നത്. പിന്നെ ഈ റോഡ് ഞാവളൻകടവിലേക്ക് ഒരുപാട് പേര് കാണാൻ വരുന്നതാണ് ഇവിടേക്ക്. അതിരക്കാട് സദനം റോഡാണത്. നടക്കാൻ പോലും കഴിയുന്നില്ല. അത്ര വളരെ ശോചനീയാവസ്ഥയിലാണ്. 2 പഞ്ചായത്തിൽ പെട്ടത് കൊണ്ട് അതൊരു മത്സരം പോലെയാണ്. അത് എത്രയും പെട്ടെന്ന് നേരാക്കണം. പാലും അതിൻ്റെ ഒപ്പം തന്നെ വരണം. നല്ലൊരു കാര്യമാണ്. ഒരുപാട് പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് മന്ത്രി കൈകാര്യം ചെയ്യണം. മുൻവർഷങ്ങളിൽ തടയണ മുങ്ങിയാൽ തോണി ഇറക്കുമായിരുന്നെങ്കിലും വരുമാനം കുറവെന്ന കാരണത്താൽ ഇത്തവണ അവയും നിർത്തിവെച്ചു. നിലവിൽ 20 കിലോമീറ്റർ താണ്ടിയാണ് ചുറ്റി വളഞ്ഞ് പലരും പത്തിരിപ്പാലയിൽ എത്തിച്ചേർന്നത്. യാത്രക്കാരുടെ ദുരിതമകറ്റാൻ ഈ വഴി മേൽപ്പാലം വരണമെന്ന ജനകീയ ആവശ്യവും ഇനിയും നടപ്പായില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. പാലത്തിനായുള്ള നടപടികൾ ഉടൻ വേഗത്തിലാക്കണമെന്നും പ്രദേശത്തുകാർ ആവശ്യമുന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പുള്ളി പരിയാനംപറ്റപ്പടിയിലെ അംഗൻവാടിയിലേക്ക് പോകുന്ന വഴിയും പരിസരവും ശുചീകരിച്ച് 4ാം വാർഡിലെ BJP പ്രവർത്തകർ. പൂപ്പലും ചണ്ടി നിറഞ്ഞ പാതയിൽ കുഞ്ഞുമായി വന്ന അമ്മ വഴുക്കി വീണ് കൈമുട്ടിന് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നാണ് BJP പ്രവർത്തകർ റോഡ് വൃത്തിയാക്കിയത്. അംഗൻവാടിയിലേക്ക് പോകുന്ന വഴി മെയിൻ റോഡിൽ നിന്ന് കുത്തനെയുള്ള ഒരു കോൺക്രീറ്റ് പാതയാണ്. മഴക്കാലമായതോടെ കോൺക്രീറ്റ് പാതയിൽ പൂപ്പലും ചളിയും നിറഞ്ഞ് അമ്മമാരും കുഞ്ഞുങ്ങളും വഴുക്കി വീഴുന്ന അവസ്ഥയായിരുന്നു. 2 ദിവസം മുൻപ് കുഞ്ഞുമായി വന്ന അമ്മ വഴുക്കി വീണ് കൈമുട്ടിന് പരിക്ക് പറ്റിയിരുന്നു. ഇതേ തുടർന്ന് 4ാം വാർഡിലെ BJP പ്രവർത്തകർ അംഗൻവാടി റോഡ് വൃത്തിയാക്കുകയായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും സുരക്ഷിത പാതയൊരുക്കിയ ശുചീകരണ പ്രവൃത്തികൾക്ക് BJP കുളപ്പുള്ളി ഏരിയ ജനറൽ സെക്രട്ടറി റിനുറാം നേതൃത്വം നൽകി. മെയിൻ റോഡിൽ നിന്നും കുത്തനെയുള്ള ഒരു കോൺക്രീറ്റ് പാതയാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ പൂപ്പൽ നിറഞ്ഞ് വളരെ വഴുക്കി വീഴുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. 2 ദിവസം മുന്നേ കൂടി പിഞ്ചു കുഞ്ഞുമായി വരുന്ന അമ്മ വഴുക്കി വീഴുകയും അവരുടെ കൈമുട്ടിന് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 4ാം വാർഡിലെ BJP പ്രവർത്തകർ ചേർന്ന് ഇന്ന് ഈ വഴി വൃത്തിയാക്കുകയുണ്ടായി. RK രാമചന്ദ്രൻ, രഞ്ജിത്ത് മുല്ലക്കൽ, സന്തോഷ്, അജിൻ, അനൂപ്, ജയേഷ്, രമേശ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഷൊർണൂർ പരുത്തിപ്പുറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികൾ തുടരുന്നു. വൈഷ്ണവമേളം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. ക്ഷേത്രത്തിൽ രാമായണ പാരായണവും പ്രഭാഷണവും നടക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പിതൃതർപ്പണ സ്മരണയിൽ ബലിതർപ്പണം. ഷൊർണൂർ ശാന്തിതീരം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ പിതൃമോക്ഷത്തിനായി ബലിതർപ്പണ ക്രിയകൾക്കെത്തിയത് ആയിരങ്ങൾ. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ ചടങ്ങുകൾ മണിക്കൂറോളം നീണ്ടു.
പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഷൊർണൂർ ശാന്തിതീരത്ത് ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി സേവാഭാരതി. കണ്ണേകരളെ VSA ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ. പുന്നപ്ര വയലാർ സമരനായകന് നാടിന്റെ ശ്രദ്ധാഞ്ജലി. വിവിധയിടങ്ങളിൽ സർവകക്ഷികളുടെ നേതൃത്വത്തിൽ മൗനജാഥയും അനുസ്മരണ യോഗങ്ങളും. ഭാരതപ്പുഴയിലെ തടയണ നിറഞ്ഞ് പത്തിരിപ്പാലം ഞാവളിൻ കടവ് മുങ്ങിയതോടെ കാൽനടയാത്ര മുടങ്ങിയ നിരവധി പേർ ദുരിതത്തിൽ. നിലവിൽ 20 കിലോമീറ്റർ ചുറ്റിവളഞ്ഞാണ് പലരും പത്തിരിപ്പാലയിലെത്തുന്നത്. യാത്രക്കാരുടെ ദുരിതമകറ്റാൻ പ്രദേശത്ത് മേൽപ്പാലം വേണമെന്ന ജനകീയ ആവശ്യം ഇനിയും നടപ്പായില്ലെന്നും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം.